ഗൈസ്, അപ്പം എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്തുകൊണ്ട് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ലണ്ടന് പോവുകയാണ്. കുറച്ച് നാളായി ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നു പോകണമെന്ന്. ഇന്നാണത് സംഭവിച്ചത്. ഓക്കെ, അപ്പം കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അവിടെ പോയി അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, അപ്പം നിങ്ങളും വാ, നമുക്ക് ഒരുമിച്ച് പോയിട്ട് വരാം. ഹലോ, അപ്പം ഇന്ന് നമ്മുടെ ലണ്ടൻ യാത്ര ഇവിടെ സ്റ്റാർട്ടാകുകയാണ്. അപ്പം ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നൊരു യാത്രയാണ്. ക്രിസ്മസിന് പോകാമെന്ന് വെച്ചിരുന്നത്, പക്ഷേ നടന്നില്ല. കുറച്ച് പണിയും കാര്യങ്ങളുമായിട്ട് നടന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ന്യൂ ഇയറിന് പോകാമെന്ന് വെച്ചത്. ഇതൊരു പെട്ടെന്നുള്ളൊരു ട്രിപ്പാണ്. അതുകൊണ്ട് തന്നെ 2 ദിവസം പ്ലാൻ ചെയ്ത് ഞാൻ കുറച്ച് ഒരു ദിവസമാക്കി. കാരണം ഹോട്ടലും കാര്യങ്ങളൊക്കെ ഭയങ്കര റേറ്റാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ കയ്യിൽ ഒതുങ്ങത്തില്ല. ഓക്കെ, അപ്പം പുറത്ത് ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1 ഡിഗ്രിയാണ്. കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ ലണ്ടനിലെ കാലാവസ്ഥ ഏകദേശം 5 പിന്നെ അത്യാവശ്യം സണ്ണി ആയിട്ടുള്ള ക്ലൈമറ്റുമാണ്. കാരണം സാധാരണ എന്താ പറയണ്ടേ, മൂടി കെട്ടിക്കിടക്കുന്ന കാലാവസ്ഥയാണ്. ന്യൂ ഇയർ ആയതുകൊണ്ട് നമ്മുടെ ഭാഗ്യം എന്താണെന്ന് നമുക്ക് ലണ്ടനിൽ ചെല്ലുമ്പോൾ അറിയാം. ഇവിടെ ഒരു അണ്ടർഗ്രൗണ്ട് പാസേജ് ഉണ്ട് കേട്ടോ. ഈ പാസേജ് കുറച്ച് പ്രശ്നമാണെന്ന് ആളുകൾ പറഞ്ഞിട്ടുണ്ട് രാത്രിയിലൊക്കെ. ഇപ്പോൾ രാവിലത്തെ സമയത്ത് കുഴപ്പമില്ല, കാരണം ഇവിടെ കുറച്ച് അടിപിടിയൊക്കെ നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ചില സമയത്ത്, എപ്പോഴൊന്നും ഇല്ല എങ്കിൽ പോലും. ഇപ്പം പിന്നെ രാവിലെ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഗൂഗിൾ മാപ്പ് ഇട്ട് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കാണിക്കുന്നു. അയ്യോ, ഇപ്പം തന്നെ ഏകദേശം ഒരു 5-6 മിനിറ്റ് അങ്ങനെ കറങ്ങിപ്പോയി. ഇപ്പം കാണിക്കുന്നത് ഒരു 8 മിനിറ്റ് കൊണ്ട് അങ്ങ് ചെല്ലുമെന്നാണ്. നോക്കിയിട്ട് ഞാൻ പറയാം. ഓക്കെ, അങ്ങനെ ഫൈനലി സ്റ്റേഷനിലെത്തി. 22 മിനിറ്റോളം നടക്കാനുള്ളായിരുന്നു. നടന്ന് 35 മിനിറ്റോളം നടന്നു. ഗൂഗിൾ മാപ്പ് വന്ന ഓരോ പണികളെ. അപ്പം ഇവിടുന്ന് ഇനി നമുക്ക് ടിക്കറ്റ് എടുക്കണം, ഫിസിക്കൽ ടിക്കറ്റ് എടുക്കണം. നമുക്ക് മറ്റേ ഓൺലൈൻ ടിക്കറ്റ് കയ്യിൽ വെക്കുന്നത് ചില സമയത്ത് ഓക്കെ അല്ല. അപ്പം അതുകൊണ്ട് ഫിസിക്കൽ ടിക്കറ്റ് നമ്മൾ എപ്പോഴും എടുക്കണം. അപ്പോൾ അതിൻ്റെ പരിപാടിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടുത്തെ ട്രെയിനിൽ കയറുന്നത്. ഓക്കെ, അപ്പം ട്രെയിനിൽ കയറി. ട്രെയിൻ 1 മിനിറ്റ് ലേറ്റ് ആയിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ പുറത്ത്. അയ്യോ, കൈയൊക്കെ ഫ്രീസാകുന്നു. അപ്പോൾ അതുകൊണ്ട് ഗ്ലൗസ് എടുത്തിട്ടു. ഇനി നമുക്ക് അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് നോർത്താംപ്ടൺ ആണ്. അവിടെ നമുക്ക് ട്രെയിൻ മാറി കയറണം. പ്ലാറ്റ്ഫോം 6. ഇവിടെ നോർത്താംപ്ടണിൽ വന്ന് ഇറങ്ങി. ഒരു പ്രശ്നമുണ്ട്, പ്ലാറ്റ്ഫോം ഇവിടെ 4 പറഞ്ഞത്, പക്ഷേ 4 വേറെ ഒരു ട്രെയിൻ കിടക്കുക. ഇതുവരെ വേറെ ഒരു ട്രെയിനും വന്നിട്ടുമില്ല. ഇനി ഇതാണോ എന്ന് എനിക്കറിയത്തില്ല. കാരണം ഇതാണെങ്കിൽ ഇതിപ്പോൾ ഓണായിട്ടുമില്ല. എന്താ സംഭവം എന്നൊരു പിടുത്തമില്ല. പെട്ട് നിൽക്കുക അവിടെ. അപ്പോൾ മൊത്തം കൺഫ്യൂഷനാണ്. ഇവിടെ ഒറ്റ മനുഷ്യനില്ല ചോദിക്കാനാണെങ്കിലും പറയാനാണെങ്കിലും. എന്ത് ചെയ്യുമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുക. ഓക്കെ, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ട്വിസ്റ്റ് ഉണ്ടായി കേട്ടോ. ട്വിസ്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടുന്ന് നമുക്ക് ട്രെയിൻ ഇല്ല. ഇന്ന് ന്യൂ ഇയറിൻ്റെ ഇതായതുകൊണ്ട് അവിടുന്ന് ബസ് മാത്രമേ വിടുന്നുള്ളൂ. ഇത് എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. ഞാനൊരു 10 മിനിറ്റോളം അവിടെ വെയിറ്റ് ചെയ്തിട്ട് മേളിൽ പോയി ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് അവിടുന്ന് ട്രെയിനിലെ ബസ്സിന് പോകണമെന്ന്. അത് നമ്മളെ ഇൻഫോം ചെയ്തില്ല കേട്ടോ. അതുകൊണ്ടാണെന്ന് തോന്നുന്നു, അറിയില്ല. ഇനിയും ഒരു സ്റ്റേഷൻ അവിടെ ചെല്ലണം, മിൽട്ടൺ എന്ന് പറഞ്ഞ സ്റ്റേഷനുണ്ട്. അവിടെ ചെന്നിട്ട് നമുക്ക് ട്രെയിൻ പിന്നെയും പോകണം. ആ ട്രെയിൻ 7:25. അത് കിട്ടുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. കാരണം ഇത് ഡിലേ ആയതുകൊണ്ട് അത് കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. അപ്പം ഒരു ഓട്ടം ആണ്. അപ്പം ബസ്സേല. അപ്പം നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട്. പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഇവിടുന്ന് ട്രെയിൻ 7:25 അതെനിക്ക് പോയെന്ന് തോന്നുന്നു. കാരണം ഇത് ഡിലേ ആയതുകൊണ്ട് പോയെന്ന് തോന്നുന്നു. ഇനി അവിടെ പോയിട്ട് ചോദിച്ചു നോക്കണം അങ്ങനെ ആ കാര്യങ്ങളെന്നൊക്കെ. അയ്യോ, അങ്ങനെയാണെങ്കിൽ പിന്നെ ബസ്സിനോ അല്ലെങ്കിൽ പിന്നെ ക്യാബ് എടുക്കുകയോ വഴിയുള്ളൂ. ചോദിച്ചു നോക്കിയിട്ട് പറയാം. അപ്പം ആ ട്രെയിൻ പോയി കേട്ടോ. 7:25 ആ ട്രെയിൻ പോയി. ഇത് 7:50 അടുത്ത ട്രെയിൻ ഇതെടുക്കാമെന്ന് പറഞ്ഞു. ഇതെടുത്തിട്ട് ഇനി ഒരു അരമണിക്കൂറുണ്ടല്ലോ അവിടെ. അപ്പോൾ ഒരു അരമണിക്കൂർ ലേറ്റ് ആകും എന്തായാലും. കുഴപ്പമില്ല, ട്രെയിന് 8 സീറ്റ്. അപ്പം ഞാൻ ഇന്ന് ഒറ്റയ്ക്കല്ല യാത്ര ചെയ്യുന്നത്. എൻ്റെ കൂടെ ഒരു ഫ്രണ്ടും ഉണ്ട്.
കഴിഞ്ഞാൽ നമുക്ക് ബിഗ് ബെന്നെ കാണാം. ഓക്കെ, അപ്പം ആണ് ആദ്യത്തെ പരിപാടി. അങ്ങനെ നമ്മൾ ഹ്യൂസ്റ്റണിലെത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് നമുക്ക് ട്യൂബ് എടുക്കണം. ട്യൂബ് എടുത്തിട്ട് നമ്മൾ നേരെ പോകുന്ന വെസ്റ്റ് മിനിസ്റ്ററിലാണ്. വെസ്റ്റ് മിനിസ്റ്ററിൽ കുറച്ച് കാഴ്ചകൾ കാണാനുണ്ട്, അതെല്ലാം കാണിക്കാം. ഓക്കെ, കുഴപ്പമില്ല, നല്ല അടിപൊളി യാത്രയായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ട്രെയിനുമായിരുന്നു, നല്ല സ്പീഡിലിങ്ങ് എത്തി. കൊള്ളാം, സ്റ്റേഷൻ കൊള്ളാം കേട്ടോ, അത്യാവശ്യം കുഴപ്പമുണ്ട്. ലണ്ടൻ്റെ ഏതോ സൈഡിലെത്തി ഗൈസ്. കുറേ ബിൽഡിങ്ങൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണാം. കറക്റ്റായിട്ട് അറിയത്തില്ല, ഈ സൈഡിൽ കൂടെയാണ് ലണ്ടനായി നമുക്ക് പോകുന്നത്. ഓക്കെ, അപ്പം അത് നോക്കാം. ലണ്ടനായി എവിടെയാണെന്ന് കണ്ടുപിടിക്കാം, ബിഗ് ബെൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കാം. നൈസ്. എവിടെയാണ്? It's there. London Eye. This is London Eye. London Eye. ഒരു സംഭവമാണ് കേട്ടോ, അടിപൊളി. അങ്ങോട്ട് പോയി നോക്കാം. ദിസ് സൈഡ് അല്ല, വിൽ ഗോ ഔട്ട്. ഞാൻ കുറച്ച് ക്ലോസ് പോയിട്ട് കുറച്ച് ഷോട്ട് എടുക്കട്ടെ. നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. അത് വന്ന് കണ്ടാലേ അതിൻ്റെ ഒരു വലുപ്പം മനസ്സിലാകത്തുള്ളൂ. അന്യായ സാധനം, അയ്യോ, അത് വേറെ ലെവലായിട്ട് അത് പറഞ്ഞ് നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല. അത് അടിപൊളി സാധനം. കുറച്ചുകൂടെ ക്ലോസ് എത്തിയിട്ടുണ്ട്, ഞാൻ അത് കാണിക്കാം. ഭയങ്കര വലുപ്പമാണ് കേട്ടോ, അത് ഭയങ്കര വലുപ്പമാണ് അത് സാധനം. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് വന്ന് നമ്മൾ ബിഗ് ബെന്നും കണ്ടു. ബിഗ് ബെന്ന് അതാണ്ട് ദൂരെ കാണാം, പക്ഷേ അവിടെ കാണുന്നതാണ് ബിഗ് ബെന്ന്. ഓക്കെ, ഇനിയും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പം ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമുക്ക് കാണാം. എൻ്റെ ഈ പുറകെ കാണുന്നത് കൗണ്ടി ഹാളാണ്. അടിപൊളിയാണ്, നല്ല രസമായിട്ട് കാണാൻ കേട്ടോ. അപ്പോൾ ഈ പാലത്തെ കൂടെ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. അത് അത്യാവശ്യം നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്, കാരണം വെയിലടിച്ച് അത്യാവശ്യം ചൂടും വരുന്നുണ്ട്. കൊള്ളാം. പിന്നെ നമ്മുടെ മറ്റേ ഡബിൾ ഡെക്കർ ബസ്. ഓക്കെ, ഇവിടെ നോക്കിയാൽ ബിഗ് ബെൻ അത്യാവശ്യം നല്ല ക്ലോസിൽ കാണാം. എല്ലാവരും ഫോട്ടോ എടുക്കുന്നതും മറ്റു കാര്യത്തിലുള്ള തിരക്കിലാണ്. അത്യാവശ്യം നല്ലൊരു വൈബാണ് കേട്ടോ. അത് എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയത്തില്ല. കാലാവസ്ഥയും കൂടെ ഉണ്ട് കേട്ടോ. ഏകദേശം ഇപ്പം നല്ല വെയിലുണ്ട്, മഴക്കാറും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കാലാവസ്ഥയും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് ഈ ഒരു നല്ല സുഖം, എന്താ പറയണ്ടേ, ഒരു നടന്നു പോകാനും കാര്യത്തിനും ഒക്കെ ഉള്ളൊരു സുഖം. ഇവിടെ ലണ്ടനായി, ഇവിടെ ബിഗ് ബെൻ. ന്യൂ ഇയർ ഒക്കെ ആയതുകൊണ്ട് അത് നല്ല തിരക്കാണ്. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി തിരക്ക്. എല്ലായിടത്തും ആളുകൾ ഫോട്ടോ എടുപ്പും കാര്യങ്ങളുമാണ്. ഇത് ബ്രിട്ടീഷ് മ്യൂസിയമാണ്. ഇതിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത്. അകത്ത് കയറുന്നില്ല, അകത്ത് കയറാനുള്ള സമയമില്ല, നമുക്ക് എല്ലാത്തിനുള്ള സമയമില്ല. അപ്പോൾ ഇത് പുറത്തുനിന്ന് കാണാമെന്ന് വെച്ചു. അപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു
കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കാൻ ഇപ്പോൾ ഏകദേശം 10 മണിയായി. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങളോട്ട് പോകാം. ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നോർമൽ ഫ്രഞ്ച് ഫ്രൈസ് പോലെ തന്നെ, പക്ഷേ ഒരു ഡിഫറെൻറ്റ് ഡിസൈനും ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി ചിക്കൻ ട്രൈ ചെയ്ത് നോക്കാം. സെയിം നോർമൽ ചിക്കൻ, ജസ്റ്റ് ഫ്രൈ ചെയ്ത് തന്നേക്കുന്നു. ഓക്കെ, ഒരു 7 ഔട്ട് ഓഫ് 10 കൊടുക്കാം. ഈ കാണുന്നതാണ് വെസ്റ്റ് മിനിസ്റ്റർ പബ്ലിക് ലൈബ്രറി. ഇത് കണ്ടു. ഈ തണുപ്പിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ കുറച്ച് വെട്ടം കിട്ടുമ്പോൾ എന്താ ആശ്വാസം അറിയാമോ. ചൂടില്ലെന്ന് പറഞ്ഞാലും നല്ല സുഖമുണ്ട്, അടിപൊളി സുഖമുണ്ട്. അപ്പം ലൈറ്റായിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഇനി നേരെ നമ്മൾ പോകുന്ന ബക്കിംഗ്ഹാം പാലസിലോട്ടാണ്. ഇവിടുന്ന് ഇനി ഒരു 18 മിനിറ്റ്, ഒരു 18 മിനിറ്റ് നടക്കാനുണ്ട് നേരെ പാലസിലോട്ട്. ഇവിടെ ഒരു അടിപൊളി ബിൽഡിംഗ് ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഫോട്ടോ എടുക്കാനുള്ള അടിപൊളി സ്പോട്ടാണ്, പക്ഷേ നല്ല തിരക്കാണ്. അതുകൊണ്ട് നമുക്ക് സിംഗിൾ ഫോട്ടോസ് കിട്ടില്ല, എല്ലാവരും കൂടിയുള്ള ഫോട്ടോസേ കിട്ടുന്നു. ഇവിടുത്തെ ഒട്ടുമിക്ക കടകളും കാര്യങ്ങളൊക്കെ ന്യൂ ഇയറിന് അവധിയാണ് കേട്ടോ. അതെനിക്ക് പുതിയ അറിവായിരുന്നു കേട്ടോ. കാരണം നമ്മുടെയൊക്കെ നാട്ടിൽ ന്യൂ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കച്ചവടത്തിൻ്റെയൊക്കെ ഒരു സമയമല്ലേ, ആളുകൾ വരുന്നു, സാധനം മേടിക്കുന്നു. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ന്യൂ ഇയർ അല്ലെങ്കിൽ ക്രിസ്മസിൻ്റെ ആ ദിവസം എന്നൊക്കെ പറയുന്നത് എന്താണ്, ഒട്ടുമിക്ക എല്ലാ കടകളും അവധിയാണ്. അവരെ റെസ്റ്റ് എടുക്കുന്ന സമയമാണ് കേട്ടോ. ഇവിടെ ഒരു ടെലിഫോൺ ബൂത്ത് ഉണ്ട് കേട്ടോ. എല്ലാവരും അതിൻ്റെ ചുവട്ടിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി. ഇത് ലണ്ടൻ്റെ ഒരു ഐക്കോണിക് ആയിട്ടുള്ളൊരു സിമ്പിളാണല്ലോ ടെലിഫോൺ ബൂത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ടായിരിക്കാം എനിക്കൊരു ഫോട്ടോ എടുക്കണമെന്ന്. പക്ഷെ നല്ല തിരക്കാം. നമുക്ക് വേറെ ഒരു ടെലിഫോൺ ബൂത്ത് കണ്ടുപിടിക്കാം, എന്നിട്ട് ഫോട്ടോ എടുക്കാം. അങ്ങനെ നമ്മൾ പാലസിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ക്രോസ് ചെയ്യാം. റോഡ് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് കാണിക്കാം, പക്ഷേ ഇവിടുന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഒരു നല്ല വ്യൂ ഇല്ല. അപ്പോൾ നല്ലൊരു വ്യൂ ഉള്ള സ്പോട്ടിൽ പോയിട്ട് നമുക്ക് തപ്പി കണ്ടുപിടിച്ച് വീഡിയോ എടുക്കാം. ഇവിടെ ഒരു ഗാർഡ് നിൽപ്പുണ്ട് കേട്ടോ. ഇവിടെ ഒരു ഗാർഡ് നിൽപ്പുണ്ട്. Let's go there. നല്ല തിരക്കാണ് അവിടെ ഇവിടെ എല്ലാം. പല സ്ഥലത്തു നിന്നുള്ള ടൂറിസ്റ്റുകൾ, ടൂർ ഗൈഡുകൾ അല്ലെങ്കിൽ സ്റ്റുഡൻസ്, ഇങ്ങനെയുള്ള ആളുകളെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. കൊള്ളാം. ഇതിൻ്റെ മണ്ടയ്ക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് ഫോട്ടോ എടുക്കണം. ഞാനിപ്പം പുറകിൽ നിന്ന് ഫോട്ടോ എടുത്ത് ഫ്രണ്ടിൽ പോയിട്ട് ഈ ഗോൾഡൻ പ്രതിമയുടെ ഫോട്ടോ എടുക്കണം. അപ്പം ബക്കിംഗ്ഹാം പാലസിലെ പരിപാടിയൊക്കെ കഴിഞ്ഞു, ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ പോകുന്നത് ബോറോ മാർക്കറ്റിലോട്ടാണ്. ബോറോ മാർക്കറ്റിൽ പോയിട്ട് സ്ട്രോബെറി ചോക്ലേറ്റ് മിക്സ് ആയിട്ടുള്ളൊരു സംഭവമുണ്ട്, അത് കഴിക്കണം. പിന്നെ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ട് നോക്കി വെച്ചിട്ടുണ്ട്, അതെല്ലാം കഴിക്കണം. അതാണ് ഇനി അടുത്ത പരിപാടി. ഓക്കെ, ഇവിടുന്ന് ഏകദേശം ഒരു 50 മിനിറ്റ് നമുക്ക് നടക്കാനുണ്ട്. അപ്പം നേരെ ബോറോ മാർക്കറ്റിലോട്ട്. നമ്മുടെ ഭാഗ്യം കൊണ്ട് ഇന്ന് നല്ല അടിപൊളി കാലാവസ്ഥയാണ് കേട്ടോ. ഞാൻ രാവിലെ പറഞ്ഞ പോലെ തന്നെ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. നല്ല വെയിലുണ്ട്. പിന്നെ ആകെയുള്ളൊരു പ്രശ്നം ഞാൻ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
4 മണിയാകുമ്പോഴത്തേന് കിട്ടും. അപ്പോൾ അതിനു മുമ്പ് മാക്സിമം ഷൂട്ട് ചെയ്യണം നല്ല കാര്യങ്ങൾ. പിന്നെ വൈകിട്ട് നമ്മൾ ചൈന ടൗണിൽ നിന്ന് ഡിന്നർ കഴിക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതേ ഉള്ളൂ, അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ, അപ്പം വീട്ടിന് മുമ്പ് അതൊക്കെയാണ് പരിപാടി. അപ്പം ഇവിടെ എല്ലാം ടെലിഫോൺ ബൂത്ത് ഉണ്ട് കേട്ടോ. അതിൻ്റെ ചുവട്ടിലാണെങ്കിൽ ഒരു 100-150 പേരുണ്ട് ഓരോ ബൂത്തിൻ്റെ അവിടെ. ഞാൻ കാണിക്കാം, ഇത് കണ്ടോ, അവിടെ ഒരു ടെലിഫോൺ ബൂത്തുണ്ട്. അതിൻ്റെ ക്യൂ ആണ് ഈ കാണുന്നത്. ഓരോരുത്തരും വന്ന് ഫോട്ടോ എടുക്കുന്നു, പോകുന്നു. ഓക്കെ, ഒരാൾ 5, 6, 7 ഫോട്ടോ ഒക്കെ എടുക്കുന്നു. അതിൻ്റെ ക്യൂ ആയി കാണുന്നത്. അങ്ങനെ ഒരു 4-5 ടെലിഫോൺ ബൂത്തുണ്ട് ഇവിടെ. ഞാൻ നോക്കിയിട്ട് ഒരിടത്ത് മാത്രമേ ഞാൻ അത്യാവശ്യം തിരക്കില്ലാത്ത ഒരെണ്ണം കണ്ടുള്ളൂ. ബാക്കി എല്ലായിടത്തും നല്ല തിരക്കാണ് ടെലിഫോൺ ബൂത്തിൻ്റെ. ഇപ്പം ഇതിൻ്റെ മണ്ടയ്ക്ക് കയറുന്ന ഫോട്ടോ എടുക്കുന്നു. എല്ലാവരും ഫോട്ടോ ഒബ്സസ്ഡാണ്. അങ്ങനെ കറങ്ങി തിരിച്ച് നമ്മൾ നേരെ ബിഗ് ബെൻ്റെ അവിടെ പിന്നെയും വന്നിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 40 മിനിറ്റോളം ഉണ്ട്. നമുക്ക് വീണ്ടും നടക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നടക്കാം. അപ്പോൾ ഞാനും ടെലിഫോൺ ബൂത്തിൻ്റെ പുറകിൽ നിന്ന് ഫോട്ടോ എടുത്തു. ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഫോണില്ല, അതുകൊണ്ട് ഇവിടെ തിരക്കൊന്നുമില്ല. ഇവിടെ 2-3 അങ്ങനെ നിരന്ന് നിൽപ്പുണ്ട്. ഇതിനകത്തൊന്നും തിരക്കില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഫോണില്ല, അതുകൊണ്ടാണ്. നമുക്ക് ഫോണിൻ്റെ ആവശ്യമില്ലല്ലോ, നമുക്ക് ഫ്രണ്ടിൽ നിന്ന് എടുത്താൽ പോരെ. അപ്പം ഫോട്ടോ എടുത്തിട്ടുണ്ട്, ആ ഫോട്ടോ ഞാൻ കാണിക്കാം. അപ്പം വീണ്ടും ബോറോ മാർക്കറ്റോടുള്ള യാത്ര തുടരുന്നു. ഏകദേശം 40 മിനിറ്റ് പിന്നെ ഉണ്ട് യാത്ര. നടപ്പ് നല്ലതാണല്ലോ നമ്മുടെ ശരീരത്തിന്. അപ്പോൾ അതുകൊണ്ട് അങ്ങ് നടക്കുക. അപ്പം നടന്ന് ഏകദേശം ഒരു 3/4% നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഒരു 18 മിനിറ്റ് കൂടെ ഉള്ളൂ. 8 മൈല് 0.8 മൈല്. 0.8 മൈല് കഴിഞ്ഞാൽ നമ്മൾ സ്ഥലത്തെത്തും. കാലൊക്കെ നല്ലപോലെ വേദനിക്കുന്നുണ്ട്. കുറേ നാളായി ഇത്ര നടന്നിട്ട്. ഏകദേശം ഒരു 59 മിനിറ്റോളം നമ്മൾ നടന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് റെസ്റ്റ് ചെയ്തു, അതാ കുറച്ച് താമസിച്ചത്. അപ്പോൾ നേരെ അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ഫുഡൊക്കെ മേടിച്ച് കഴിച്ച് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് നേരെ ചൈന ടൗണിലോട്ട് പോവാം. അവിടെ പോയി ഡിന്നറും കഴിച്ചിട്ട് പരിപാടി ക്ലോസ് ചെയ്യാം. അപ്പോൾ ഈ വരുന്ന വഴിക്ക് നമ്മുടെ ഗോർഡൻ റാംസിയുടെ റെസ്റ്റോറൻ്റ് ഉണ്ട് കേട്ടോ. അപ്പം അത് ഇവിടാണ്. ഇതാണ് ആ റെസ്റ്റോറൻറ്റ്. അവിടെ നിന്ന് കയറി കഴിപ്പ് നടക്കത്തില്ല. നമുക്ക് നേരെ നമ്മുടെ സ്ഥലത്തോട്ട് പോകാം. അങ്ങനെ ഫൈനലി ബോറോ മാർക്കറ്റിൽ എത്തിയിരിക്കുകയാണ്. ഇനി സാധനങ്ങൾ മേടിക്കാം. സ്പൈസസ് ഇരിക്കുന്നതാണല്ലോ, വേറെ സ്പൈസസ് ആണെന്ന് ചോദിക്കും. നാച്ചുറലായിട്ട് ഇരിക്കുന്നത്. ഞാൻ കുറച്ച് നാട്ട് ഇത് മേടിക്കണമെന്ന് വെച്ചിരിക്കുവാണ്. 450 ആണ് ഇതിൻ്റെ റേറ്റ്. പക്ഷേ ഇത് കുറച്ചേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനെക്കാട്ടിയും കൂടുതൽ കിട്ടും. പക്ഷേ ഇത്രയും പൈസ ആവത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുക. അല്ലെങ്കിൽ വരുവാണെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്തിട്ട് പറയാമെന്ന് ഇങ്ങനെ വെച്ചിരിക്കുന്നു. അത് ക്വാണ്ടിറ്റി വളരെ കുറവാണ്. ഒരു കുഞ്ഞു പീസ് ചോപ്ഡ് സലാമി ഇട്ടുണ്ട്, ഇത് കഴിക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അടിപൊളി സാധനം. ഇതെന്താണ് ഇത് കഴിച്ചാൽ കൊള്ളാം. ഇതും കൊള്ളാം കേട്ടോ. നല്ല സ്മോക്കിൾ വേണം, നല്ല ഉപ്പൊക്കെ ഉണ്ട്. അടിപൊളി സാധനം. അടിപൊളി നൈസ്. അപ്പം സ്ട്രോബെറി ചോക്ലേറ്റ് കഴിക്കാൻ വന്നതാണ്. കട കണ്ട അവിടാണ്. നമ്മളിങ്ങനെ ക്യൂവിൽ ഇങ്ങനെ കറങ്ങി നിൽക്കുക. അത് കണ്ടോ, ഇവിടെ ഇങ്ങനെ ക്യൂവിൽ കറങ്ങി ഇങ്ങനെ വന്നിട്ട് നമ്മൾ അവിടെ ചെല്ലണം. അപ്പം അത്രയും ക്യൂ ആണ്. എന്തായാലും വന്നതല്ലേ, നമുക്കത് കഴിച്ചു നോക്കാം, എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഒടുക്കത്തെ തിരക്കാണ് കേട്ടോ, ഒടുക്കത്തെ തിരക്കാണ്. അത്രയും ഹൈപ്പായിട്ട് വിളിക്കുന്ന സാധനം. കഴിച്ച് നോക്കിയിട്ട് പറയാം എങ്ങനെ ഉണ്ടെന്ന്. ഇതാണ് ഐറ്റം. ഞാനോർത്ത് ഈ ക്യൂ ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല കേട്ടോ. അങ്ങോട്ട് നോക്കി, ഇവിടുന്ന് നമ്മൾ പിന്നെയും വളഞ്ഞു പോവുക.
നെവർ എൻഡിങ് ക്യൂ. ആളുകൾ പിന്നെയും വന്നുകൊണ്ടിരിക്കുക ക്യൂവിൽ. ലൈക്ക് ലൂപ്പ് പോലെ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ്. ഇത് നിൽക്കുന്നേ ഇല്ല. ഓക്കെ, ഇത്രയും അവർ സ്ട്രോബെറി ഒഴിക്കും, പാക്ക് ചെയ്യുന്നു, ചോക്ലേറ്റ് ഒഴിക്കുന്നു, കൊടുക്കുന്നു. പിന്നെ സ്ട്രോബെറി വിൽക്കുന്നു, പാക്ക് ചെയ്യുന്നു, ചോക്ലേറ്റ് ഒഴിക്കുന്നു, കൊഴിക്കുന്നു. സ്ട്രോബെറി തീരുന്നു. ഇത് തന്നെ പരിപാടി. എന്തായാലും കഴിച്ചു നോക്കിയിട്ട് പറയാം. നമ്മുടെ പൈസ പോയോ ഇല്ല നമുക്ക് അറിയണമല്ലോ. അങ്ങോട്ട് കഴിച്ചു നോക്കിയിട്ട് പറയാം. ഏകദേശം എത്താറായി. അങ്ങനെ കാശ് കൊടുത്തു. സാധനം ഇപ്പം കിട്ടും. Guys, keep going down, please. Moving down, please. Moving down. Guys, moving down, please, guys. Moving down. We have only... ഓക്കെ, റിവീലിംഗ് ടൈം. അടിപൊളി സാധനം. നൈസ് റൈറ്റ്. ഹൗസ് ഇറ്റ്? It's good. It's good. Nice chocolate. And the strawberry is also like nice taste, right? Strawberry. It's so sweet actually. Like yeah, with the chocolate, it's giving additional flavor actually. It's good. So how much will you give it? 10. It's actually easy to make at home, but still, അതെ, we are just trying experience. So out of 10, ഈസിയാണ് ഇത് വീട്ടിൽ ഉണ്ടാക്കാൻ. കുറച്ച് ചോക്ലേറ്റും കുറച്ച് സ്ട്രോബെറി ഉണ്ടായ സാധനം റെഡിയാണ്. So out of 10, 8.5. 8.5. Yeah, I'm also giving 8.5 actually. കൊള്ളാം. നമുക്ക് ഒരു വട്ടം ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ്. ഇത് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് കുഴപ്പമില്ല. എന്ന് പറഞ്ഞാൽ ഒത്തിരി മേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരു 2 പേരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരെണ്ണം മേടിച്ച് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഒന്നുകൂടെ മേടിക്കുക. ഓക്കെ, ഞാനിതിപ്പോൾ ഇതും കൊണ്ട് നിർത്തുവാണ്. ഇതിൻ്റെ ആവശ്യമുള്ളൂ. ടേസ്റ്റ് ചെയ്ത് നോക്കുന്നു, കഴിക്കുന്നു, അടുത്ത പരിപാടിക്ക് പോകും. ഓക്കെ, അപ്പോൾ എന്തുവായാലും ഈ സംഭവം വർത്താണ്. ക്യൂ നിന്ന് മേടിക്കുന്നത് നല്ലതാണ്. അത്രേ ഉള്ളൂ. 3:24 ആയപ്പോഴത്തേന് ഏകദേശം എല്ലാ കടകളും ക്ലോസ് ചെയ്തു. ഇനി കുറച്ച് കട കൂടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും നോക്കട്ടെ, വേറെ എന്തെങ്കിലും ഐറ്റം കൂടെ കഴിക്കാൻ കിട്ടുമോ നോക്കാം. ഇല്ലെങ്കിൽ ഡിന്നർ കഴിക്കുന്നവരെ പിടിച്ചിരിക്കണം. നടന്നുകൊണ്ടാണെന്ന് തോന്നുന്നു എൻ്റെ ജോയിൻറ്റിൻ്റെ അവിടെ ഭയങ്കര വേദന. ഒത്തിരി നാളായി ഞാൻ നടന്നിട്ടിങ്ങനെ. എനിക്ക് തോന്നുന്നു ഇന്നൊരു 10-15-20 കിലോമീറ്ററോളം അടുത്ത് നടന്നെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഭയങ്കര വേദന ജോയിൻറ്റിൻ്റെ അവിടെ. എക്സസൈസൊക്കെ ചെയ്യണം, ഇനിയും തുടങ്ങണം, എന്നാലേ വലിയ കാര്യമുള്ളൂ. അല്ലാതെ നമ്മൾ എക്സസൈസ് ചെയ്യാതെ തുടങ്ങിയിട്ട് കാര്യമില്ല. എക്സസൈസൊക്കെ ചെയ്ത് ബോഡിയൊക്കെ ഒന്ന് സെറ്റാക്കണം. എന്തായാലും വിൻ്റർ കഴിഞ്ഞിട്ട് സമ്മർ ആകുന്ന സമയത്തേന് എല്ലാം സെറ്റാക്കണമെന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ഇപ്പോൾ ഒരു ഫ്രണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവനെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുക. ഇവിടെ എങ്ങാണ്ടൊട്ടവൻ ഒരു 5 മിനിറ്റിനുള്ളിൽ വരുമെന്നെങ്കിൽ പറഞ്ഞു. വെയിറ്റ് ചെയ്തിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചൈന ടൗൺ വരെ പോകാം. ഇപ്പം അടുത്തത് നേരെ നമുക്ക് ടവർ ബ്രിഡ്ജിലോട്ട് പോവാം. ടവർ ബ്രിഡ്ജിൽ പോയിട്ട് എൻ്റെ ഫ്രണ്ട് വരെ ടവർ ബ്രിഡ്ജിൽ വരുമെന്ന് പറഞ്ഞു. അപ്പം അവിടെ പോയിട്ട് അവനെ കണ്ട് ഒരു കുറച്ച് നേരം നിന്ന് കുറച്ച് ഫോട്ടോസും എടുത്തിട്ട് നമുക്ക് നേരെ ചൈന ടൗൺ പോകാം. ഓക്കെ, ഇനി ട്യൂബ് എടുക്കണം. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആണ് കേട്ടോ എൻ്റെ അണ്ടർഗ്രൗണ്ടും ട്യൂബും ഒക്കെ. ഇത് പല കളറ് എല്ലാം ഉണ്ട് ഇതിനകത്ത്. ടവർ ബ്രിഡ്ജിലോട്ട് പോകാൻ വേണ്ടി ഞാൻ ലേസർ സ്കോറിലോട്ട് ടിക്കറ്റ് എടുത്താണ്.
അപ്പോൾ പറ്റിപ്പോയെന്ന് പറഞ്ഞാൽ ഞാൻ അടുത്താന്ന് ഓർത്താണ് ടിക്കറ്റ് എടുത്തത്. പക്ഷേ ഇവിടുന്ന് ഏകദേശം 59 മിനിറ്റ് പിന്നെ നടക്കാനുണ്ട്. അപ്പം ടവർ ബ്രിഡ്ജിലോട്ട് പോകാനുള്ള പ്ലാൻ ക്യാൻസലാക്കേണ്ട വന്നു. അപ്പം അത് ഒരു വലിയ നഷ്ടമാണ്. ലണ്ടനിൽ വന്നിട്ട് ടവർ ബ്രിഡ്ജ് കാണാതെ പോകുന്നത് വലിയ നഷ്ടമാണ്. എങ്കിലും കുഴപ്പമില്ല, അടുത്ത വട്ടം കാണാമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം എൻ്റെ ഫ്രണ്ട് അവൻ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവനെയും കണ്ടിട്ട് ഇവിടെ നിന്ന് കറങ്ങി ചൈന ടൗണിൽ നിന്ന് കറങ്ങിയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ തിരിച്ച് പോകാണ്ടിരിക്കും. ഹണി ബട്ടർ ചിക്കൻ. നൈസ്. സോയ ഗാർലിക്. കൊള്ളാം. പക്ഷേ എനിക്ക് കുറച്ചും ഇഷ്ടപ്പെട്ട ഹണി ബട്ടറാണ് കേട്ടോ. തൊപ്പും ഇത് റൈസ് വെച്ചുള്ള സംഭവം. സ്പൈസിയാണ്, സ്പൈസി കൊള്ളാം. അല്ല, ഗ്ലാസ് നൂഡിൽസ്. ഗ്ലാസ് നൂഡിൽസ് എനിക്ക് വലിയതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഒരു നോർമൽ നമ്മൾ നൂഡിൽസ് തന്നെ ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ബാക്കി മൂന്നും സെറ്റാണ്, നൈസാണ്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഫിനിഷ് ചെയ്യാം. ബാക്കി കാര്യങ്ങൾ ഓർമ്മ കാണിക്കാം. അങ്ങനെ നമ്മൾ ചൈന ടൗണിലെത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണം. കുറച്ച് ചൈനീസ് ഫുഡ് കഴിക്കാൻ പറ്റുമോ നോക്കണം. ഓൾറെഡി ഫുഡ് കഴിച്ചു, ഇനി വയറ് നിറഞ്ഞിരിക്കുക. എങ്കിൽ പോലും എന്തെങ്കിലും ചെറിയ ചെറിയ ചൈനീസ് ഐറ്റംസ് കഴിക്കാൻ പറ്റുമോ നോക്കാം നമുക്ക്. ചൈന ടൗണിൽ വന്നിട്ട് ഒന്നും കഴിച്ചില്ലെന്ന് വേണ്ട. ഞാനൊരു സുഷി മേടിച്ചു. സാൽമൺ സുഷിയാണ് ഇത്. 3 റോസ് സാൽമണാണ്, അപ്പോൾ പച്ച സാൽമണാണ്. പ്ലസ് 6 സ്ലൈസ് സുഷി, പിന്നെ വസാബി, പിന്നെ ഒരു സോസ്. വെച്ചാൽ ഞാൻ പോകുന്ന വഴിക്ക് കഴിക്കാം, കാരണം ഇപ്പോൾ എൻ്റെ വയറ് നിറഞ്ഞിരിക്കുവാണ്. അതുപോലെ നിങ്ങളൊരു ഫുഡി ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ചൈന ടൗൺ വരണം കേട്ടോ. ഇവിടെ പല വെറൈറ്റിയിൽ, പല ടേസ്റ്റിൽ, പല സ്റ്റൈലിലുള്ള ചൈനീസ് ഫുഡ് നിങ്ങൾക്ക് കിട്ടും. അത് കഴിക്കാൻ വേണ്ടി ഒരു ദിവസം വരണമെന്നുണ്ട്. പറ്റുവാണെങ്കിൽ വരും. ഓക്കെ, അപ്പം പോകുന്ന വഴിക്ക് നമുക്ക് സുഷി കഴിക്കാം. ചൈന ടൗണിൻ്റെ അടുത്തുള്ളൊരു സ്ട്രീറ്റിൽ വന്നതാണ്. അവിടെ ഒരു ലെഗോയുടെ ഷോപ്പ് ഉണ്ട് കേട്ടോ. അവിടെ ലെഗോ വെച്ച് ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ടോ, ബിഗ് ബെൻ. ഇത്രയും വലിയ സാധനം ലെഗോ വെച്ച് അവരുണ്ടാക്കി വെച്ചേക്കുക. അതുപോലെ തന്നെ അകത്തൊരു കാർ കിടക്കുന്നുണ്ടോ, അതും അവർ ലെഗോ വെച്ച് ഉണ്ടാക്കി വെച്ചേക്കുക. അതിൽ പുള്ളി കയറി ഇരിക്കുന്നുണ്ട് കേട്ടോ. ലെഗോയുടെ സീറ്റിലല്ല ഇരിക്കുന്നത്, പക്ഷേ ഇൻസൈഡ് കസേരയൊക്കെ ഇട്ടായിരിക്കുന്നത്. പക്ഷേ രസമുണ്ട് കാണാൻ വേണ്ടി. ഇത്രയും നാളെടുത്ത് കാണുമല്ലോ ഇത് ഉണ്ടാക്കി വെക്കാൻ വേണ്ടി.
കാണിക്കാൻ പോകുന്ന ഒരു ലൈറ്റ് നിങ്ങൾ പല വീഡിയോയ്ക്കകത്ത് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാനൊക്കെ ഫൈനലി അങ്ങനെ ലണ്ടൻ വ്ലോഗ് അവസാനിച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് യൂസ്റ്റണിലാണ്. യൂസ്റ്റണിൽ നിന്ന് ഞാൻ കോവൻട്രിക്ക് പോകാൻ വേണ്ടി ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. 9:10 ട്രെയിന്. അപ്പം ഏകദേശം 1:30 ആകുമ്പോൾ ഞാൻ കോവൻട്രി ചെല്ലും. ഓക്കെ, ഇന്നത്തെ ബ്ലോഗിൽ എനിക്ക് 2 വിഷമം പറയാനുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ലണ്ടനിലെ ഫയർ വർക്ക് കാണാൻ പറ്റിയില്ല. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടവർ ബ്രിഡ്ജിൽ പോകാൻ പറ്റിയില്ല. ഇത് രണ്ടും ലണ്ടൻ്റെ ഐക്കോണിക് സംഭവമാണല്ലോ, ന്യൂ ഇയർ സമയത്തൊക്കെ ഉള്ളത്. അപ്പം അത് ഭയങ്കര സങ്കടമായിരുന്നു. എങ്കിൽ പോലും നമ്മൾ ഇനിയും വരും, ഇനിയും നമ്മളെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കാണും, അടിച്ചു പൊളിക്കും. ഓക്കെ, അപ്പം എല്ലാവരും എൻ്റെ കൂടെ ലണ്ടൻ ഉണ്ടായിരുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും പിന്നെ ഞാനൊരു ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്തുകൊണ്ട് ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ ശരി ഗൈസ്, പിന്നെ കാണാം. ബൈ, അടുത്തൊരു വീഡിയോ കാണാം. ടാറ്റാ. അപ്പം നമുക്ക് സുഷി കഴിക്കാം. ഓക്കെ, അപ്പം ഞാൻ ട്രെയിനിൽ കയറി. അപ്പം സുഷി കഴിച്ച് നമുക്ക് സന്തോഷമായിട്ട് ഈ വർഷം നമുക്ക് പിരിയാം. സോയ സോസിനോട് വലിയ താല്പര്യമില്ല, അതുകൊണ്ട് കഴിക്കുന്നില്ല. കഴിക്കട്ടെ. അതായത് നമുക്ക് സുഷി തന്നെ ഫ്രഷാണെന്ന് തോന്നുന്നു ഒരു കുളം. ഇത് സാൽമൺ വിത്ത് റൈസാണ്. ഇച്ചിരി വസാബി കൂടെ കഴിക്കും. I'm not a fan of wasabi. അപ്പം ഞാനിത് ബാക്കി കഴിക്കട്ടെ. Welcome aboard this London North Western Railway service for Milton Keynes Central. You will be calling at Watford Junction, Leighton Buzzard, Bletchley and Milton Keynes Central. The next stop will be Watford Junction. കണ്ടില്ലല്ലോ ഓർത്ത് സങ്കടപ്പെട്ടിരുന്നു. ഞാൻ റൂമിലോട്ട് വന്ന് കയറാൻ നേരത്തെ ഞാൻ കണ്ട കാഴ്ച എന്താണെന്നറിയാമോ? അത് ഞാൻ കാണിച്ചു തരാം. അത് കണ്ടപ്പോൾ ഏകദേശം ഒരു ആശ്വാസം കിട്ടി കേട്ടോ. അപ്പം അടിപൊളി ന്യൂ ഇയർ എല്ലാവർക്കും നേർന്നുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ബൈ ഗൈസ്.